ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് സാക്ഷ്യപ്പെടുത്തിയത് EMS നമ്പൂതിരിപ്പാടെന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ. ഉപ്പ് സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങളിൽ ഡോക്ടർ ജി പങ്കെടുത്തെന്ന് EMSന്റെ BJP RSS ഇൻ ദ സർവീസ് ഓഫ് റൈറ്റ് റിയാക്ഷൻ എന്ന പുസ്തകത്തിൽ പറയുന്നു. EMSന്റെ പുസ്തകത്തിൽ ഹെഡ്ഗേവാറിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ പ്രശാന്ത് ശിവൻ പുറത്തുവിട്ടു. നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഡോക്ടർ ജിയുടെ പേര് നൽകുന്നതിനെതിരെ സമരം ചെയ്യുന്നവർ EMSനെ തള്ളിപ്പറയുകയാണോ എന്നും അദ്ദേഹം ചോദിച്ചു. 1999 ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേരിൽ തപാൽ സ്റ്റാമ്പ് തന്നെ അടിച്ചിറക്കിയിട്ടുണ്ട്. പിന്നെ ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേരിൽ ഇന്ത്യ മഹാരാജ്യത്ത് ആരംഭിക്കുന്ന ആദ്യത്തെ പദ്ധതി അല്ല ഇത്. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിനകത്ത് ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേരിൽ ഒരു പഠന വകുപ്പ് തന്നെയുണ്ട്. അമരാവതിയിൽ ഡോക്ടർ ഹെഡ്ഗേവാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രവർത്തിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ സംഭാജി നഗറിനകത്ത് ഹെഡ്ഗേവാർ ഹോസ്പിറ്റൽ തന്നെയുണ്ട്. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലുള്ള റോഡിൻ്റെ പേര് ഡോക്ടർ ഹെഡ്ഗേവാർ റോഡ് എന്ന് തന്നെയാണ്. ഡോക്ടർ ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര സേനാനികളല്ല എന്ന് പറയുന്ന ആളുകൾ EMS നമ്പൂതിരിപ്പാടിൻ്റെ ഈ പ്രസ്താവനയെ തള്ളിപ്പറയുവാനായിട്ട് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സുരേഷ് ബാബുവോ NN കൃഷ്ണദാസോ ഗോവിന്ദമാഷോ ഈ സ്റ്റേറ്റ്മെൻറ്റുകളെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? ഇനി രണ്ട്, മോത്തിലാൽ നെഹ്റു തന്നെ വളരെ കൃത്യമായിക്കൊണ്ട് അദ്ദേഹം ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുവാനായി വന്നിട്ടുണ്ട്. അദ്ദേഹം എടുത്ത നിലപാട് തെറ്റാണ് എന്ന് പാലക്കാട് MLAക്ക് നിലപാടുണ്ടോ? അന്ന് മോത്തിലാൽ നെഹ്റു ചെയ്തത് തെറ്റാണെന്ന് പറയുവാൻ തയ്യാറുണ്ടോ? ഇനി ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജി അദ്ദേഹം RSS ആസ്ഥാനം സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ വിസിറ്റേഴ്സ് ഡയറിയിൽ എഴുതിയ വാക്കുകളുണ്ട്. ടുഡേ I came here to pay my respect and homage to a great son of Mother India. ശ്രീ പ്രണബ് മുഖർജീസ് മെസ്സേജ് ഇൻ ദ വിസിറ്റേഴ്സ് ബുക്ക്. വളരെ കൃത്യമായിട്ട് ഡോക്ടർ ഹെഡ്ഗേവാർ ഒരു ദേശീയവാദിയാണ് എന്നതിനും സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്നതിനും നിലവിലെ കോൺഗ്രസ് പാർട്ടിയുടെയോ CPMൻ്റെയോ ആളുകളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. വിവരങ്ങളുമായി അരുൺ ആലത്തൂറൊപ്പം ചേരുന്നു. അരുൺ പറയൂ. പിന്നെ പുള്ളി താഴോട്ട് വന്നില്ല. നഗരത്തിൽ ദിവ്യാംഗരായ കുട്ടികൾക്ക് വേണ്ടി ഒരു നൈപുണ്യ വികസന കേന്ദ്രം തറക്കല്ലിടാൻ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ചടങ്ങ് നടന്നത്. ആ സമയത്താണ് DYFIയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാർ എന്ന RSSൻ്റെ സ്ഥാപകൻ്റെ പേര് ഈ സ്ഥാപനത്തിന് നൽകരുത് അല്ലെങ്കിൽ നൽകുന്നതിന് തങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അക്രമം അഴിച്ചുവിടുകയും സ്റ്റേജൊക്കെ തല്ലിപ്പൊളിക്കുകയും മറ്റൊക്കെ ചെയ്തത്. ആ സമയത്ത് DYFI ഉൾപ്പെടെ പറഞ്ഞിരുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെടെ പങ്കെടുത്തിട്ടില്ലാത്ത അതല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് അംഗം പോലും അല്ലാതിരുന്ന ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാറിൻ്റെ പേര് എങ്ങനെയാണ് ഈ സ്ഥാപനത്തിന് നൽകുക എന്നുള്ളതായിരുന്നു ഇവരൊക്കെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വിളിച്ച് പറഞ്ഞിരുന്നത്. ഏതായാലും BJP അതിന് ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ്. തെളിവ് സഹിതമാണ് പുറത്ത് വിട്ടിരിക്കുന്നത്. CPMൻ്റെ താത്വിക ആചാര്യനായ EMSൻ്റെ പുസ്തകത്തിൽ ആ EMS എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ BJP പറയുന്നത്. അതായത് BJP RSS ഇൻ ദ സർവീസ് ഓഫ് റൈറ്റ് റിയാക്ഷൻ എന്ന പുസ്തകത്തിൽ EMS പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാർ തികഞ്ഞ ദേശീയവാദിയാണെന്നും അദ്ദേഹം ഒരു ദശാബ്ദക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നുവെന്നും ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉൾപ്പെടെ 1930 ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാർ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് ഈ EMS തന്നെ എഴുതിയ പുസ്തകത്തിൽ പറയുന്നത് എന്നുള്ളതാണ്. അതായത് എന്താണോ DYFIക്കാർ സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കാത്ത വ്യക്തിയാണ് എന്നൊക്കെ തരത്തിൽ വളച്ചൊടിച്ച് ഇല്ലാത്ത പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത്, ആ പച്ചക്കള്ളത്തെ അവരുടെ ആ താത്വിക ആചാര്യൻ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഖണ്ഡിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും BJP അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ പേജും അതിൻ്റെ എന്താണ് EMS പറഞ്ഞിരിക്കുന്നത് എന്നുള്ള വരികൾ ഉൾപ്പെടെയാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ പുറത്തുവിട്ടത്. ഇങ്ങനെയാണെങ്കിൽ EMSനെ തള്ളി പറയുകയാണ് ഇവർ. അതായത് RSSനും അതുപോലെ തന്നെ RSSൻ്റെ സ്ഥാപകനായ ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാറിനുമൊന്നും സ്വാതന്ത്ര്യ സമരവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള പച്ചക്കള്ളം നിരന്തരം ഇടത് മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ ഇടതുപക്ഷ അനുയായികളും കോൺഗ്രസും ഒക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കും
പരിശോധിക്കുമ്പോൾ അതല്ല വാസ്തവം എന്ന് അവരുടെ തന്നെ മുൻ നേതാവ് പറഞ്ഞിട്ടുള്ള, അവരുടെ താത്വിക ആചാര്യനായ EMS പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് BJP തെളിവ് സഹിതം ഇന്നിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, കോൺഗ്രസിനകത്തും അതായത് ഡോക്ടർ കേശവ് ബളറാം ഹെഡ്ഗേവാർ വന നിയമം ലംഘിച്ചുൾപ്പെടെ ബ്രിട്ടീഷുകാരുടെ ഓരോ കാര്യങ്ങൾക്ക് എതിർ നിൽക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ജയിൽവാസം അനുവദിച്ചതിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് നൽകിയ സ്വീകരണം, ആ സ്വീകരണത്തിൽ പങ്കെടുത്തിരുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛനായ മോത്തിലാൽ നെഹ്റു ആണ് അവിടെ പങ്കെടുത്തിരുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ BJP പുറത്തുവിടുന്നു. അതിൻ്റെ തെളിവുകൾ ഇപ്പോഴും മഹാരാഷ്ട്രയിൽ ഉണ്ട്. അത് നമുക്കൊന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗൂഗിളിൽ തന്നെ കാണാൻ കഴിയും ഇതിൻ്റെ തെളിവുകൾ എന്നുള്ളതാണ് BJP മറ്റൊരു കാര്യമായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. മൂന്നാമതായിട്ട് മുൻ രാഷ്ട്രപതിയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവുമൊക്കെ ആയിരുന്ന പ്രണബ് കുമാർ മുഖർജി നാഗ്പൂരിലുള്ള RSSൻ്റെ കാര്യാലയം സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം അവിടുത്തെ വിസിറ്റേഴ്സ് ഡയറിയിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. ഭാരതത്തിൻ്റെ മഹത്തായ പുത്രൻ എന്ന തരത്തിലാണ് ഡോക്ടർ കേശവ് ബളറാം ഹെഡ്ഗേവാറിനെ പ്രണബ് കുമാർ മുഖർജി എന്ന കറകളഞ്ഞ ആ കോൺഗ്രസ്സുകാരൻ പോലും വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഡോക്ടർ കേശവ് ബളറാം ഹെഡ്ഗേവാർ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എന്നും ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും അതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ടാണ് എന്ത് സംഭാവനയാണ് ഡോക്ടർ കേശവ് ബളറാം ഹെഡ്ഗേവാർ സമൂഹത്തിന് നൽകിയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു മാന്യമായി നടക്കുന്ന പരിപാടിയിൽ അക്രമം അഴിച്ചു വിട്ടുകൊണ്ട് ദിവ്യാംഗരായ കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കൾക്കൊക്കെ വലിയ ആശ്വാസമാവുമായിരുന്ന ഒരു പദ്ധതിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് BJP പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. മാത്രമല്ല സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് സാക്ഷ്യപ്പെടുത്തിയത് EMS നമ്പൂതിരിപ്പാടാണെന്ന് BJP തിരിച്ചടിക്കുന്നു. ഉപ്പ് സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങളിൽ ഡോക്ടർ ജി പങ്കെടുത്തെന്ന് EMSൻ്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ എന്ന് പ്രശാന്ത് ശിവൻ ചോദിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.